സിദ്ദിഖ് എന്ന് പറയുന്ന നടന്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ നടന്റെ ഒരു വലിപ്പം എത്രമാത്രമാണ് എന്നുള്ളത് ഈ പരാതിക്കാരി തിരിച്ചറിയുന്നുണ്ട്. കാരണം അവരോട് ഈ ഇൻസിഡന്റിന് ശേഷം പറഞ്ഞത് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് പരാതിക്കാരി മുന്നിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് ഈ SIT-യിൽ നിന്ന് കോടതി ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ SIT-യിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നുമല്ല അന്വേഷണം പോകുന്നത്. കാരണം രഹസ്യ സ്വഭാവത്തോടെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ആ ഹോട്ടലിലെ മുറിയിൽ സംഭവിച്ചത് എന്താണ് എന്നതടക്കം അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതിനകം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. പലയിടങ്ങളിലും അത് ചർച്ചയാക്കപ്പെടുന്നു. സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പരാതിക്കാരി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഈ കോടതിയിലേക്ക് വരുമ്പോഴും പരാതിക്കാരിയുടെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പരാതിക്കാരി പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് മോശമാക്കി കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ പാസ്റ്റ് എന്തായാലും ഇവിടെ ഈ ക്രൈം നടന്നോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്ന കാര്യം. ഒരു ക്രൈമിനെ കുറിച്ചാണ് അവർ കൊടുത്തിരിക്കുന്ന പരാതി. ആ പരാതിയാണ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘം ഇപ്പോഴും ഒരു ലാഘവത്തോടെയാണ് ഈ സിദ്ദിഖിനെതിരായ പരാതി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും കുറ്റാരോപിതനായി നിൽക്കുകയാണ്. അറസ്റ്റിലേക്ക് പോയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് ഇന്നിപ്പോൾ മുകേഷിനെ 3 മണിക്കൂർ അടുപ്പിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേ ആവർത്തനത്തിന് വേണ്ടിയാണോ, അതേ കാര്യത്തിന്റെ ആവർത്തനത്തിന് വേണ്ടിയാണോ SIT കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള ഏക ചോദ്യം. കാരണം കോൺഗ്രസും CPIM-ഉമാണ്. അപ്പോൾ ഒരു തുലനം അവിടെയും വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുകേഷിന് മുൻകൂർ ജാമ്യമുണ്ട്. സിദ്ദിഖ് മുൻകൂർ ജാമ്യം നേടി വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്നതാണ് SIT-യുടെ ഒരു സ്റ്റാൻഡ് എന്ന് തോന്നുന്നു. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മുകേഷ് MLA-യുടെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ രീതി തന്നെയായിരിക്കും സിദ്ദിഖിന്റെ കാര്യത്തിലും അവലംബിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിലെ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നുള്ള ഒരു തൊഴിൽ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് കരുതുക. ഇതായിരിക്കുമോ സമീപനം? SIT-യുടെ ഒരു സമീപനം ഇങ്ങനെ ആയിരിക്കുമോ? ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വ്യക്തിക്ക് ഇത്രയും സമയം അയാൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനും കോടതിയൊക്കെ സമീപിക്കാനുള്ള അയാളുടെ എല്ലാ അവകാശങ്ങളും എല്ലാ റൈറ്റ്സും ഞാനും ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന അവസരമാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സമയവും ഇത്രയും ഒരു ലാഘവവും ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അത്രയും ഒരു പാമ്പറിങ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാമ്പറിങ് സിദ്ദിഖ് ആയതുകൊണ്ട് ലഭിക്കുന്നതാണ്. അതുതന്നെയാണ് പരാതിക്കാരിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മേഖലയിൽപ്പെട്ട ആളുകളാകുമ്പോൾ അവർക്ക് താങ്ങാനും തഴുകാനും ഒക്കെ ആൾക്കാരുണ്ടാകും. ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു ഷീൽഡ് അതിവിടെ സിദ്ദിഖിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന് കൊടുത്തതാണ്. ജാമ്യ ഹർജി സുപ്രീം കോടതി ഒന്നുകിൽ ജാമ്യം നൽകണം. സുപ്രീം കോടതി ജാമ്യം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനിയിപ്പോൾ കാര്യക്ഷമമായ ഒരു നീക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.